കേരളത്തിന്റെ ഭാവി തന്നെ മാറ്റിമറിച്ച കറുത്ത പൊന്നെന്നറിയപ്പെടുന്ന നമ്മുടെ സ്വന്തം കുരുമുളക്, അതിനെപ്പറ്റിയാണ് ഇന്ന് നാം ഇവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത്. പുരാതന കാലം മുതൽക്ക് ഭക്ഷണ സാധനമായും ഔഷധമായും ഉപയോഗിച്ചു പോരുന്ന കുരുമുളക് പല വിദേശ ആധിപത്യത്തിനും പല വ്യാപാര ബന്ധങ്ങൾക്കും വഴിവെച്ച ഒരു വിളയാണ്. കേരളത്തിന്റെ പശ്ചിമഘട്ട മലനിരകളിലാണ് കുരുമുളക് ഉത്ഭവിച്ചത്. അതുകൊണ്ട് തന്നെ മലബാർ ബ്ലാക്ക് പെപ്പർ എന്ന് ഇതിനൊരു വിശേഷണമുണ്ട്. കൂടാതെ കറുത്ത പൊന്ന് സുഗന്ധവ്യഞ്ജനങ്ങളുടെ രാജാവ് എന്നും ഇതിനെ വിശേഷിപ്പിക്കുന്നു. ഈർപ്പമുള്ളതും ചൂടുള്ളതും 1500 അടിയോളം ഉയരമുള്ള പ്രദേശങ്ങളിലുമാണ് കറുത്ത പൊന്ന് നന്നായി വളരുന്നത്. തെങ്ങ്, കമുങ്ങ് തുടങ്ങിയവയിൽ പടർത്തിയാണ് ഇവയെ കൃഷി ചെയ്യുന്നത്. പുരാതന കാലം മുതലേ സുഗന്ധവ്യഞ്ജനങ്ങളിൽ പ്രധാനിയാണ് ബ്ലാക്ക് പെപ്പർ. പല വിദേശികളെയും യൂറോപ്യന്മാരെയും ആകർഷിക്കുകയും അവരെ കേരളത്തിൽ എത്തിക്കുകയും ചെയ്തത് ഇതേ ബ്ലാക്ക് പെപ്പർ തന്നെയാണ്. മലബാർ മേഖലയാണ് ഇവയുടെ പ്രധാന ഉൽപാദന കേന്ദ്രം. ബ്ലാക്ക് പെപ്പറിന് ഇത്രയധികം മാർക്കറ്റ് ഉണ്ടാവാൻ കാരണം മധ്യകാലഘട്ടത്തിൽ ഇവയ്ക്ക് സ്വർണത്തിന്റെ അത്രയും വിലയും മൂല്യവും ഉണ്ടായിരുന്നത് കൊണ്ടാണ്. ഇക്കാരണങ്ങളൊക്കെ കൊണ്ട് തന്നെ വളരെ അപൂർവവും ആഡംബരപൂർണവുമായ ഒരു വസ്തുവായിരുന്നു ബ്ലാക്ക് പെപ്പർ വിദേശികൾക്ക്. ഈ കാരണങ്ങളൊക്കെ കൊണ്ട് തന്നെ കേരളത്തിൽ വന്നാൽ കുരുമുളകിലൂടെ വൻ സാമ്പത്തിക നേട്ടം കൈവരിക്കാമെന്ന് യൂറോപ്യന്മാരും മറ്റു പാശ്ചാത്യരും വിശ്വസിച്ചിരുന്നു. അറബ്, വെനീഷ്യൻ വ്യാപാരികളായിരുന്നു അക്കാലങ്ങളിൽ കുരുമുളക് വിദേശ രാജ്യങ്ങളിൽ വിറ്റുകൊണ്ടിരുന്നത്. ഇവർ വലിയ തുകയായിരുന്നു അതിനുവേണ്ടി ഈടാക്കിയിരുന്നത്. ഇതിനെ മറികടക്കുവാൻ വേണ്ടിയാണ് പോർച്ചുഗീസുകാർ നേരിട്ട് കേരളത്തിൽ എത്തിയത്. അങ്ങനെ ഈ അമിതമായ ഉയർന്ന വില ഇല്ലാതാക്കുവാനും അവർക്ക് കുരുമുളക് വളരെയധികം ലഭ്യമാവാനും വേണ്ടി അവർ നേരിട്ടെത്തുവാൻ തുടങ്ങി. കറുത്ത പൊന്നിന്റെ ഔഷധ ഗുണങ്ങളും അവരെ ആകർഷിച്ച മറ്റൊരു പ്രധാന ഘടകമാണ്. പുരാതന ഈജിപ്ഷ്യൻ മമ്മികളിൽ പോലും ഇവയുടെ സാന്നിധ്യം കണ്ടെത്തിയിട്ടുണ്ട്. അങ്ങനെ 1498 മെയ് 20 കോഴിക്കോട് കാപ്പാട് തീരത്ത് കുരുമുളക് കൊണ്ടെത്തിച്ചാകട്ടെ ഇന്ത്യയിൽ ആദ്യമായി കാലുകുത്തിയ യൂറോപ്യൻ വംശജനും യൂറോപ്പിൽ സുഗന്ധവ്യഞ്ജനങ്ങൾക്ക് പുതിയൊരു വഴിവെട്ടി കൂടി കൊടുത്ത വാസ്കോ ഡ ഗാമയുമാണ്. എന്നാൽ ഇതിനു മുമ്പ് തന്നെ കുരുമുളക് വളരെയധികം വ്യാപകമായിരുന്നു. കേരളത്തിൽ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ പ്രത്യേകിച്ച് മലബാർ തീരപ്രദേശങ്ങളിൽ സുഗന്ധവ്യഞ്ജനങ്ങളാൽ വളരെയധികം പേര് കേട്ടിരുന്നു. ചൈനയിൽ നിന്നുമുള്ളവർ, റോമാക്കാർ, അറബികൾ എന്നിവർ കുരുമുളക് തേടിയെത്തിയ മറ്റ് പ്രധാനികളാണ്. ആദ്യകാലങ്ങളിൽ മുസിരീസ് തുറമുഖം വഴി റോമ സാമ്രാജ്യത്തേക്കും മറ്റു പലയിടങ്ങളിലേക്കും കുരുമുളകിനെ കയറ്റി അയച്ചിരുന്നു. ഇവയെ നിയന്ത്രിച്ചിരുന്നത് ചേര സാമ്രാജ്യമായിരുന്നു. തേച്ചേരി എന്ന പേരിൽ വ്യാജനും അക്കാലങ്ങളിൽ വിപണിയിലുണ്ടായിരുന്നു. ഇവയുടെ ഗുണങ്ങളെക്കുറിച്ച് നമുക്കൊന്ന് നോക്കാം. ഭക്ഷണത്തിന് എരിയും രുചിയും കൂടുവാനും ഇതുകൂടാതെ ഒട്ടനവധി ഔഷധ ഗുണങ്ങളും ഇവയ്ക്ക് ഉണ്ട്. ഇവ ദഹന പ്രക്രിയയെ സഹായിക്കുകയും ശരീരഭാരം കുറയ്ക്കുകയും കൂടാതെ തൊണ്ടവേദന, ജലദോഷം എന്നിവയ്ക്ക് ഒരു ഉത്തമ മരുന്ന് കൂടിയാണ് ബ്ലാക്ക് പെപ്പർ. കൂടാതെ ശരീരത്തിലെ വേദനയും വീക്കവും കുറയ്ക്കുകയും ആന്റി ഇൻഫ്ലമേഷൻ ഗുണങ്ങളും ഇവയ്ക്കുണ്ട്. നിലവിൽ വിയറ്റ്നാമാണ് ലോകത്തിൽ ഏറ്റവും കൂടുതൽ ബ്ലാക്ക് പെപ്പർ ഉൽപ്പാദിപ്പിക്കുന്നത്. കേരളത്തിന്റെ സ്വന്തം കറുത്ത പൊന്നിനെ കുറിച്ചാണ് ഈ വീഡിയോയിൽ സംസാരിച്ചത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.